എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഗംഗാദേവി ത്രിലോകങ്ങളിലും എത്തിച്ചേർന്നത്? അതിന് വിവിധ കഥകൾ നമ്മൾ വിവിധ പുരാണങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഗംഗയുടെ ജനനത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കഥകളാണ് ഇതെല്ലാം തന്നെ. ഭാഗവത പുരാണമനുസരിച്ച് വിഷ്ണു വാമനന്റെ അവതാരത്തിൽ തൻ്റെ ഇടതുകാൽ പ്രപഞ്ചത്തിന്റെ അറ്റം വരെ നീട്ടി തൻ്റെ പെരുവിരലിന്റെ നഖം കൊണ്ട് അതിൻ്റെ ആവരണത്തിൽ ഒരു ദ്വാരമുണ്ടാക്കി എന്ന് പറയുന്നു. ആ ദ്വാരത്തിലൂടെ കാരണസമുദ്രത്തിലെ ശുദ്ധജലം ഗംഗാനദിയായി ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിച്ചു. ചുവപ്പ് കലർന്ന കുങ്കുമം പൊതിഞ്ഞ ഭഗവാന്റെ താമര പാദങ്ങൾ കഴുകിയപ്പോൾ ഗംഗാജലത്തിന് വളരെ മനോഹരമായ പിങ്ക് നിറം ലഭിച്ചു. ഈ പ്രപഞ്ചത്തിനുള്ളിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഗംഗാദേവി നേരിട്ട് ഭഗവാൻ നാരായണന്റെ പാദത്തിൽ സ്പർശിക്കുന്നതിനാൽ അത് ഭഗവത് പാദി അല്ലെങ്കിൽ വിഷ്ണുപാദി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അതായത് ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഭഗീരഥന്റെ അഭ്യർത്ഥന പ്രകാരം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ബ്രഹ്മലോകത്തിലോ ബ്രഹ്മപുരത്തിലോ സ്ഥിരതാമസമാക്കുകയും ഭൂമിദേവിയുടെ നാശം തടയാൻ ശിവന്റെ തലയിൽ സുരക്ഷിതമായി നിലകൊള്ളുകയും ചെയ്യുകയായിരുന്നു ഗംഗാദേവി. തുടർന്ന് രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ, അതായത് ഭൂമിയിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ശിവഭഗവാന്റെ മുടിയിൽ നിന്ന് ഭഗവാൻ ഗംഗയെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി എങ്ങനെയാണ് ഗംഗാദേവി സ്വർഗലോകത്തെത്തിച്ചേർന്നത്? ബ്രഹ്മാവിൻ്റെ പുത്രനും ഹിമാലയത്തിലെ രാജാവുമായ ഹിമവാന്റെയും മേരുവിൻ്റെ പുത്രിയായ മേനാവതിയുടെയും മൂത്ത കുട്ടിയാണ് ഗംഗാദേവി. ദേവിയുടെ ഇളയ സഹോദരിയാണ് പാർവതീദേവി. പാർവതീദേവി പിന്നീട് ശിവഭഗവാനെ ധ്യാനിച്ച് വിവാഹം കഴിക്കുകയുണ്ടായി. ഗംഗാദേവിക്ക് യൗവനം പ്രാപിച്ചപ്പോൾ ദേവന്മാർ ദേവിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഗംഗാദേവി നദിയായി രൂപമെടുത്ത് ഒഴുകുവാൻ തുടങ്ങി. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിലുണ്ടായ വളരെ വലിയ ഒരു യുദ്ധത്തിൽ അസുരന്മാരുടെ നേതാവായ വൃത്രനെ ഇന്ദ്രൻ വധിക്കുക ഉണ്ടായി. അതിനാൽ അവൻ്റെ അനുയായികൾ കടലിൽ ഒളിച്ചു. ദേവന്മാർക്ക് അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നു. ദേവന്മാർ അഗസ്ത്യമുനിയോട് സഹായം അഭ്യർത്ഥിച്ചു. അസുരന്മാർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം തൻ്റെ ദിവ്യശക്തി ഉപയോഗിച്ച് സമുദ്രത്തെ വിഴുങ്ങി. ദേവന്മാർ ശേഷിച്ച അസുരന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തി. അഗസ്ത്യമുനിയോട് വെള്ളം തിരിച്ച് സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പലതവണ അഗസ്ത്യമുനി ശ്രമിക്കുകയുണ്ടായി. എന്നാൽ മുനിക്ക് അതിന് കഴിഞ്ഞില്ല. ഇത് ഭൂമിയിൽ വരൾച്ചയ്ക്ക് കാരണമാവുകയും സ്വർഗലോകത്തിലെ ഗംഗയുടെ ഒഴുക്കിനാൽ സമുദ്രം നിറയ്ക്കാമെന്ന് വിഷ്ണു ഉറപ്പു നൽകുകയും ചെയ്തു. ഭഗീരഥ പ്രയത്നത്താൽ ഗംഗാദേവി ഭൂമിയിലിറങ്ങിയതിൻ്റെ കഥ പല പുരാണങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. തൻ്റെ പരമാധികാരം കാണിക്കാൻ ആഗ്രഹിച്ച സാഗര രാജാവ് അശ്വമേധ എന്നറിയപ്പെടുന്ന ഒരു ചടങ്ങ് നടത്തുകയുണ്ടായി. അവിടെ ഒരു വർഷത്തേക്ക് ഒരു കുതിരയെ അദ്ദേഹം അലയാൻ വിട്ടു. എന്നിരുന്നാലും ആചാരം വിജയിക്കാതിരിക്കാൻ ഇന്ദ്രഭഗവാൻ കുതിരയെ മോഷ്ടിച്ചു. കുതിരയെ കാണാതെ എന്ത് ചെയ്യണമെന്നറിയാതെ സാഗര രാജാവ് തൻ്റെ 60,000 പുത്രന്മാരെ അതിനെ അന്വേഷിക്കുവാനായിട്ട് അയച്ചു. ഒടുവിൽ അവർ അശ്വത്തെ കണ്ടെത്തിയത് കപിലമുനിയുടെ ആശ്രമത്തിൽ നിന്നാണ്. കപിലമുനി കുതിരയെ മോഷ്ടിച്ചുവെന്ന് കരുതി ധ്യാനത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹത്തെ പുത്രന്മാർ തടസ്സപ്പെടുത്തി. ഇത് കപിലമുനിയെ ക്രുദ്ധനാക്കി. കോപം കൊണ്ട് ജ്വലിച്ച കപിലമുനി തൻ്റെ ഒറ്റ നോട്ടത്തിനാൽ 60,000 പുത്രന്മാരെയും ദഹിപ്പിച്ച് ചാരമാക്കി. അവരുടെ ആത്മാക്കൾക്ക് മോചനം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് കപിലമുനിയോട് ചോദിക്കാൻ സാഗര രാജാവ് തൻ്റെ പൗത്രനായ അംശുമാനെ അയച്ചു. സ്വർഗത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഗംഗാജലത്തിന് മാത്രമേ അവരെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് കപിലമുനി ഉപദേശിച്ചു. അംശുമാന്റെ ചെറുമകനായ ഭഗീരഥൻ അങ്ങനെ കഠിനമായ തപസ് തുടങ്ങി. ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും പ്രീതി നേടി. ബ്രഹ്മാവ് ഗംഗയെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ അനുവദിച്ചു. അതേസമയം ശിവഭഗവാൻ ഗംഗയെ തൻ്റെ മുടിയുടെ ചുരുളുകളിൽ തടഞ്ഞു. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഗംഗാദേവിയുടെ ശക്തി മൂലം ഭൂമി തകർന്നു പോകുമായിരുന്നു. ഗംഗ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ ഭഗീരഥൻ ഗംഗാദേവിയെ കടലിലേക്ക് നയിച്ചു. അവിടെ നിന്ന് നദി പാതാളത്തിലേക്കും എത്തി. സാഗര രാജാവിൻ്റെ 60,000 പുത്രന്മാരെ അങ്ങനെയാണ് ഗംഗാദേവി മോചിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ഗംഗാദേവി
സ്വർഗലോകത്തിൽ നിന്നും ഭൂമിയിലേക്കും അവിടെ നിന്നും പാതാളത്തിലേക്കും എത്തുന്നത്. ഓരോ ദൗത്യത്തിനും ഓരോ ലക്ഷ്യമുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഭഗീരഥന്റെ ശ്രമഫലമായി ഈ നദി ഭാഗീരഥി എന്ന് അറിയപ്പെടും. സ്വർഗം, ഭൂമി, അന്തർലോകം എന്നീ ത്രിലോകങ്ങളിലും ഒഴുകുന്നതിനാൽ ത്രിപതക എന്നും അറിയപ്പെടുന്നു. ഭഗീരഥന്റെ നേതൃത്വത്തിൽ ജാനുമുനിയുടെ ആശ്രമത്തിൽ വെള്ളം കയറിയതിനാൽ ഗംഗയെ ജാനവി എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം ഭഗീരഥന്റെ പ്രയത്നത്താൽ ഗംഗാദേവിയെ കടലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ജാനുമുനിയുടെ ആചാരപരമായ അഗ്നി കെടുകയുണ്ടായി. അത് ജാനുമുനിയെ കോപിപ്പിക്കുകയും അതിനാൽ അദ്ദേഹം ആ ഗംഗാജലം മുഴുവൻ കുടിക്കുകയും ചെയ്തു. ഭഗീരഥൻ ഗംഗാദേവിയുടെ സ്വർഗലോകത്തു നിന്നുമുള്ള ഇറക്കത്തിനായി തന്റെ ദൗത്യം വിശദീകരിച്ചതിന് ശേഷം ജാനു മഹർഷി പിന്നീട് ഇടത് ചെവിയിൽ നിന്ന് ആ വെള്ളം തുറന്നുവിടുകയാണ് ഉണ്ടായത്. ഈ സംഭവം മൂലം ഗംഗയെ ജാനവി എന്നാണ് വിളിക്കുന്നത്. അതായത് ജാനുമുനിയുടെ മകൾ എന്ന അർത്ഥത്തിലാണ് ജാനവി എന്ന് അറിയപ്പെടുന്നത്. മഹാഭാരതത്തിൽ ഗംഗാദേവി ശന്തനുവിന്റെ ഭാര്യയും ഭീഷ്മർ ഉൾപ്പെടെ 8 വസുക്കളുടെ അമ്മയുമാണ്. ഗംഗയുടെ തീരത്ത് വെച്ചാണ് ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ കണ്ടുമുട്ടുന്നത്. തന്നെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹം ഗംഗാദേവിയോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഗംഗാദേവി ഒരു നിബന്ധന വെച്ചു. ഗംഗാദേവി എന്ത് ചെയ്താലും ദേവിയെ ചോദ്യം ചെയ്യില്ല എന്ന ഒരു വ്യവസ്ഥയിലായിരുന്നു അത്. ഗംഗയ്ക്ക് 7 പുത്രന്മാരാണ് ജനിച്ചത്. എന്നാൽ ഓരോ പുത്രനും ജനിച്ചതിന് ശേഷം നദിയിലേക്ക് ഒഴുക്കിവിടുകയാണ് ഉണ്ടായത്. ഓരോ തവണയും മിണ്ടാതിരിക്കുകയും ദേവി തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന ഭയത്താലും ശന്തനു മഹാരാജാവ് അതിനെ ചോദ്യം ചെയ്തിരുന്നില്ല. എന്നാൽ 8ാമത്തെ പുത്രൻ ജനിച്ച ഉടനെ മകനെ നദിയിലേക്ക്, ആ തിരമാലകളിലേക്ക് എറിയാൻ പോകുമ്പോൾ ശന്തനു മഹാരാജാവ് ദേവിയോട് അത് നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തിനാണ് സ്വന്തം മക്കളെ ഓരോന്നായി കൊല്ലുന്നത്? ആ സമയത്താണ് താൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന കാരണം ഗംഗാദേവി വെളിപ്പെടുത്തുന്നത്. ദേവി ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഭൂമിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് വസിഷ്ഠന്റെ പശുവിനെ മോഷ്ടിച്ചതിനാൽ 8 വസുക്കൾക്കും ഒരു ശാപം ലഭിക്കുകയുണ്ടായി. അവർ ഭൂമിയിൽ പുരുഷന്മാരായി ജനിക്കുമെന്നും എന്നാൽ ജനിച്ച ഉടനെ തന്നെ മരണം സാധ്യമാകും എന്നും ശപിക്കുകയാണുണ്ടായത്. ഈ ശാപത്തിൽ നിന്ന് പെട്ടെന്ന് മോചിതരാകുവാൻ 8 വസുക്കളും തന്നെ സമീപിക്കുകയും അവരുടെ അമ്മയാകുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. തങ്ങളെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കാനും അപേക്ഷിച്ചു. ഞാനത് സമ്മതിച്ചു. അവരിൽ 7 പേരെയും അതിൽ നിന്ന് മോചിപ്പിച്ചു. പക്ഷേ 8ാമത്തെ പുത്രനെ ഞാൻ നശിപ്പിക്കുന്നില്ല. അത് അവന്റെ വിധിയല്ല. ഈ കുട്ടി 8 വസുക്കളുടെയും ഊർജം നിറഞ്ഞവനാണ്. അതുകൊണ്ട് അവനെ ഞാൻ നശിപ്പിക്കുന്നില്ല. അവൻ എൻ്റെ മകനും ദേവവ്രതനുമായതിനാൽ ഗംഗേയ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. ഇദ്ദേഹമാണ് പിന്നീട് ഭീഷ്മാചാര്യർ എന്ന് അറിയപ്പെട്ടത്. ഗംഗാദേവി പാപങ്ങൾ പൊറുക്കുന്നതിനും മനുഷ്യരാശിയെ ശുദ്ധീകരിക്കാനുള്ള കഴിവിനുമായി ആരാധിക്കപ്പെടുന്നു. മറ്റ് ദേവതകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയിൽ ഒരു നദി പോലെയാണ്. അതായത് വിനാശകരമോ ഭയപ്പെടുത്തുന്നതോ ആയ ഒരു വശവും ദേവിക്കില്ല.